السلام عليكم ورحمة الله وبركاته. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തൻ്റെ ഇർഷാദുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന സംഭവമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. മഹാനായ ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്നഹു കാന ശാബുൻ ഫീ ബനി ഇസ്രായീൽ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഒരു യുവാവ്, ലം യുറ ഫീ സമാനിഹി അഹ്സനു മിൻ, അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ആ ചെറുപ്പക്കാരനേക്കാൾ ഭംഗിയുള്ള വേറെ ഒരാളെ കാണാൻ സാധ്യമല്ല. അത്രയും നല്ല ഭംഗിയുള്ള ഒരു യുവാവ്. വകാന യബീഉൽ ഖിഫാഫ്, അദ്ദേഹത്തിൻ്റെ ജോലി പുതപ്പ് കച്ചവടം ചെയ്യലായിരുന്നു. فبينما هو ذات يوم يطوف بقفافه, ഒരു ദിവസം അദ്ദേഹം പുതപ്പ് വിൽക്കാൻ വേണ്ടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇത് ഖറജത്ത് ഇംറഅത്തുൻ മിൻ ദാരി മലിക്കിൻ മിൻ മുലൂകി ബനി ഇസ്രായീല, രാജകുടുംബത്തിൽപ്പെട്ട രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരികയുണ്ടായി. ഫലമ്മ റഅതുഹു റജഅത് മുബാദിറത്തൻ, ഈ പുതപ്പ് കച്ചവടക്കാരനായ ഈ ചെറുപ്പക്കാരനെ കണ്ട് ആ പെണ്ണ് പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ഫഖാലത്ത് ലിബ്നത്തിൽ മലിക്, എന്നിട്ട് രാജാവിൻ്റെ മകൾ രാജ്ഞിയോട് പറഞ്ഞു, ഇന്നി റഅയ്തു ശാബൻ ബിൽ ബാബി യബീഉൽ ഖിഫാഫ് ലം അറ ശാബൻ അഹ്സന മിൻ, ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ പുതപ്പ് കച്ചവടക്കാരനായ ഒരു യുവാവിനെ കണ്ടു. അദ്ദേഹത്തെക്കാൾ ഭംഗിയും പ്രൗഢിയുമുള്ള ഒരു യുവാവിനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടേയില്ല. അത്രയും നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് പുതപ്പ് കച്ചവടം നടത്താൻ വേണ്ടി ഗേറ്റിൽ വന്നു നിൽക്കുന്നത്. ഫഖാലത്ത് ലഹ, അപ്പോൾ രാജാവിൻ്റെ മകൾ പറഞ്ഞു, അദ്ഖിലീഹി, ആ മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഫഖറജത്ത് ഇലൈഹി വഖാലത്ത് യാ ഫതാ ഉദ്ഖുൽ മഅീ നശ്തരി മിൻക, അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, വീട്ടിൽ നിന്ന് ഉള്ളിൽ നിന്ന് വിളിക്കുന്നുണ്ട്, വരിയെന്ന് പറഞ്ഞു. പുറത്തേക്ക് ആ സ്ത്രീ വന്നിട്ട് രാജാവിൻ്റെ മകളുടെ നിർദ്ദേശപ്രകാരം വേലക്കാരിയായ പെണ്ണ് പുറത്തേക്ക് വന്നിട്ട്, നിങ്ങളെ കൊട്ടാരത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട്, വരിയെന്ന് പറഞ്ഞു. ഫദഖല, ആ ചെറുപ്പക്കാരൻ കടന്നു വന്നു. കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഫഅഗ്ലഖത്തിൽ ബാബദൂന, വാതിൽ അടച്ചു കളഞ്ഞു ആ സ്ത്രീ. സുമ്മ ദഖല ബാബൻ ആഖർ, പിന്നെ വേറെ ഒരു റൂമിലേക്ക് കയറി. ഫകദാലിക ഹത്താ അഗ്ലഖത്, ആ റൂമിൻ്റെ വാതിലും അടച്ചു കളഞ്ഞു. ഹത്താ അഗ്ലഖത് അലൈഹി സലാസത അബ്വാബിൻ, മൂന്നാമത്തെ ഒരു റൂമിലേക്ക് കയറിയപ്പോൾ ആ റൂമിൻ്റെ വാതിലും അടച്ചു കളഞ്ഞു. വേലക്കാരിയായ പെണ്ണ് ഇവിടെ പുതപ്പ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കൊട്ടാരത്തിലേക്ക്, രാജാവിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഓരോ റൂമിൽ കയറും, ആ വാതിലടക്കും, അടുത്ത റൂമിൽ കയറും, അത് വാതിലടക്കും, പിന്നെ അടുത്ത റൂമിൽ കയറും, അതിൻ്റെ വാതിലും അടച്ചു കളഞ്ഞു. അങ്ങനെ പ്രൈവറ്റ് മൂന്നാമത്തെ ഒരു റൂമിലാണ് ഇപ്പോഴുള്ളത്. സുമ്മസ്തഖ്ബലതുഹു ബിൻതുൽ മലികി കാശിഫതൻ അൻ വജ്ഹിഹാ വനഹ്വിഹാ, പിന്നീട് കാണുന്ന കാഴ്ച, ആ രാജകൊട്ടാരത്തിലെ രാജാവിൻ്റെ മകൾ നഗ്നയായ അവസ്ഥയിൽ ഈ ചെറുപ്പക്കാരനെ സമീപിക്കുന്ന രംഗമാണ്. ഫഖാല, അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ദയനീയമായി പറഞ്ഞു, ഇഷ്തറൂ ഹാജതകും, നല്ല പുറപ്പാണ് ഞാൻ കൊണ്ടുവന്നത്, ആവശ്യമുള്ളത് എടുത്തോളൂ എന്ന് പറഞ്ഞു. ഫഖാലത്ത്, അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, രാജാവിൻ്റെ മകൾ പറഞ്ഞു, ഇന്നാ ലം നദ്ഉക ലിഹാദാ, ഞങ്ങൾ പുതപ്പ് വാങ്ങാൻ വേണ്ടിയല്ല ഇപ്പം നിന്നെ വിളിച്ചു വരുത്തിയത്. ഇന്നമാ ദഅൗനാക ലികദാ, ഞങ്ങൾ നിന്നെ വിളിച്ചു വരുത്തിയത് യാനി തുറാബിദുഹു അൻ നഫ്സിഹി, നിന്റെ നല്ല ചന്തമുള്ള മുഖം കണ്ടപ്പോൾ
നീയുമായി ശാരീരികമായി പങ്കിടാൻ വേണ്ടിയാണ് നിന്നെ ഇപ്പോൾ വിളിച്ചു വരുത്തിയത്, അല്ലാതെ ഞങ്ങൾക്ക് പുതപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഫഖാലഹ, അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇത്തഖില്ലാഹ്, അല്ലാഹ്, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ തഖ്വ ചെയ്യണം. ഞാനും നിങ്ങളും ഒറ്റക്കാണ് കൊട്ടാരത്തിൻ്റെ ഉള്ളിലൊരു പ്രൈവറ്റ് റൂമിലുള്ളത് എങ്കിൽ പോലും ഇതെല്ലാം കാണുന്ന അല്ലാഹു ഉണ്ട്. അതുകൊണ്ട് പടച്ചവനെ സൂക്ഷിക്കണേ എന്ന് ഈ രാജ്ഞിയോട് പറഞ്ഞപ്പോൾ കാലത്ത് അവൾ പറഞ്ഞു, ഇല്ലം തുതാവിഅനി അലാ മാ ഉരീദു അഖ്ബറത്തുൽ മലിക അന്നക ഇന്നമാ ദഖൽത അലയ്യ തുകാബിറുനി അൻ നഫ്സി. എൻ്റെ ശരീരം എനിക്ക് നീ വഴിപ്പെടുത്തി തന്നില്ലെങ്കിൽ ഞാനിപ്പെടുന്ന ഒച്ച എടുക്കും, ഞാൻ അട്ടഹാസിക്കും. ആ സമയത്ത് രാജാവ് വരും, ഞാൻ ആ സമയത്ത് പറയും എന്നെ പീഡിപ്പിക്കാൻ വന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാനിവിടെ കൊടുക്കാൻ പോവാം, എന്ത് വേണമെന്ന് ആലോചിച്ചോ. ഈ ചെറുപ്പക്കാരൻ ആകെപ്പെട്ടുപോയി, ആകെ ഇടങ്ങേറായിപ്പോയി. എന്താ ചെയ്യാ? ഫവഅലഹ, നല്ലപോലെ ഉപദേശിച്ചു, ഈ സ്ത്രീയെ നല്ലപോലെ ഉപദേശിച്ചു. ഫഅബത്ത്, പക്ഷെ അതൊന്നും കൂട്ടാക്കാൻ ആ സ്ത്രീ തയ്യാറായില്ല. ഫഖാല, അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ദഅൂനി വദൂആ, എന്നാ പിന്നെ ഞാൻ വഴിപ്പെടാൻ തയ്യാറാണ്, പക്ഷെ എൻ്റെ ശരീരം മുഷിഞ്ഞിരിക്കുക, അതുകൊണ്ട് എനിക്കൊന്ന് ഫ്രഷാകാൻ ഒരു കുളിറൂമ് വേണം. അതെവിടെയെന്ന് ചോദിച്ചു. ചെറുപ്പക്കാരൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടോ എന്നാണ് ഈ ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കൊന്ന് കുളിക്കാൻ ഒരു കുളിറൂമ് കാണിച്ചു തരൂ, ഞാനൊന്ന് ഫ്രഷായിട്ട് വരട്ടെ. ഫഖാലത്ത്, അപ്പോൾ രാജാവിൻ്റെ മകൾ വിളിച്ചു, യാ ജാരിയ ദഈ ലഹു വദൂഅൻ ഫൗഖൽ ജൗസക് മക്കാനൻ ലാ യസ്തതിഉ അൻ യഫിറ മിൻഹു. ഇദ്ദേഹത്തിന് കുളിക്കണം എന്ന് പറയുന്നുണ്ട്, ശരീരശുദ്ധി വരുത്തണം എന്ന് പറയുന്നുണ്ട്, അംഗശുദ്ധി വരുത്തണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഈ കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടുത്തെ കുളിറൂമ് തയ്യാറാക്കി കൊടുക്കും. ഒരിക്കലും അദ്ദേഹത്തിന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു വകുപ്പുണ്ടാകരുത്, അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അടിമപ്പെണ്ണിനെ ഏൽപ്പിച്ചു. വകാന മിൻ ഫൗഖിൽ ജൗസത്തി ഇലൽ അർളി 40 ദിറാൻ, മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ ഒരു 40ഓളം മുഴം ആഴമുണ്ട്. അത്രയും വലിയ ഒരു കൊട്ടാരത്തിൻ്റെ മുകളിലാണ് ഈ ചെറുപ്പക്കാരനെ കൊണ്ടുപോയത്. ഫലമ്മാ സ്വാറ ഫീ അഅലൽ ജൗസത്തി, അങ്ങനെ കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിലെ റൂമിലെത്തിയപ്പോൾ ഖാല, ഈ ചെറുപ്പക്കാരൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി ദുഅയ്തു ഇലാ മഅസിയതിക, അല്ലാഹുവേ, പുതപ്പ് കച്ചവടം ചെയ്യുന്ന ഞാൻ പുതപ്പ് വാങ്ങാമെന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ വിളിച്ചു കയറ്റിയിട്ട് എന്നെ പാപം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. വഇന്നീ അഖ്താറു അൻ അർമിയ ബിനഫ്സി മിനൽ ജൗസത്ത് വലാ അർതകിബുൽ മാസിയ. പടച്ചവനെ, ഞാൻ ഇവിടുന്ന് വീണ് മരിച്ചാലും വേണ്ടിയില്ല, ഈ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ വീണ് മരിച്ചാലും വേണ്ടിയില്ല, പാപം ചെയ്യാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ ഈ വാർപ്പിൻ്റെ ഈ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ പോവുകയാണ്. അല്ലാഹുവേ, എന്നെ നീ കാത്തോളണം എന്ന അർത്ഥത്തിൽ അല്ലാഹുവിനെ വിളിച്ചേൽപ്പിച്ചു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹ്, ബിസ്മിയും ചൊല്ലിയിട്ട് അൽഖാ നഫ്സഹു മിൻ അലൽ ജൗസത്ത്, ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് ആളുകൾ കാണാത്ത വിധം ഒരൊറ്റ ചാട്ടം ഭൂമിയിലേക്ക് ചാടുകയാണ്. ആ നല്ല സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരൻ വ്യഭിചാരത്തെ പേടിച്ച്, പാപം ചെയ്യുന്ന സാഹചര്യത്തെ പേടിച്ചുകൊണ്ട് ആ വീട്ടിൻ്റെ മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരൊറ്റ ചാട്ടം. ശരീരത്തെ കാത്തോളണേ എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ ഏൽപ്പിച്ചു. ഫഅഹബത്തല്ലാഹു ഇലൈഹി മലക്കം മിനൽ മലായിക,
ആ ചെറുപ്പക്കാരൻ്റെ വിളി കേട്ട് അല്ലാഹു തആല ഒരു മലക്കിനെ തയ്യാറാക്കി. ഫഅഖദ ബിദർഇഹി ഫവഖഅ ഖായിമൻ അലാ റിജ്ലൈഹി. അല്ലാഹു തആല ഒരു മലക്കിൻ്റെ കാവൽ ഏർപ്പെടുത്തി. വീണുപോയ ചെറുപ്പക്കാരന് ആ മലക്കിൻ്റെ ചിറകിൽ സംരക്ഷണം കൊടുത്തു. ഭൂമിയിലേക്ക് വീണപ്പോൾ 2 കാലുവത്തി നല്ല സുസ്മേരവദനായി വീണു. വലിയൊരു കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് പടച്ചോനെ, പാപം ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല, എന്നെ നീ കാത്തോളണമെന്ന് പറഞ്ഞ് പടച്ചോനെ ശരീരത്തെ ഏൽപ്പിച്ചിട്ട് അയാൾ ഒറ്റച്ചാട്ടം ഭൂമിയിലേക്ക്. അപ്പോ സാധാരണ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നത് പോലെ ആ 2 കാലിൽ തന്നെ അദ്ദേഹത്തിൻ്റെ 2 കാലിൽ വന്ന് നിന്നു. ഫലമ്മ സ്വാറഫിൽ അറുതി, ഭൂമിയിലെത്തിയപ്പോൾ അദ്ദേഹം വീണ്ടും ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇൻ ശിഇത റസഖ്തനി റിസ്ഖൻ തുഗ്നീനി ബിഹി അൻ ബൈഇ ഹാദിഹിൽ ഖിഫാഫി. അല്ലാഹുവേ, ഞാൻ പുതപ്പ് വിറ്റ് കച്ചവടം നടത്തി കിട്ടുന്ന ജോലി കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ മാന്യമായി ജീവിതം നയിക്കുന്ന ആളാണ്. എനിക്ക് ഈ വിൽപ്പനയില്ലാതെ എന്തെങ്കിലും നല്ല ഒരു നിലയിൽ എനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നിന്നാൽ നന്നായിരുന്നു. കാരണം വീടുകളിൽ പോകുമ്പോൾ എൻ്റെ ഭംഗി കണ്ട് പല ആളുകളുടെയും ഫിത്നയിൽ ഞാൻ അകപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവേ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് നീ കാണിച്ചു തരണേ എന്ന് പറഞ്ഞു ദുആ ചെയ്തപ്പോൾ ഫർസലല്ലാഹു ഇലൈഹി ജറാദം മിൻ ദഹബിൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നുകൂടെ വെട്ടുകിളി ഇങ്ങനെ, സ്വർണത്തിൻ്റെ വെട്ടുകിളി ഇങ്ങനെ പാറാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആ ചെറുപ്പക്കാരന് അല്ലാഹു നൽകുന്ന ഒരു കറാമത്താണ്. പടച്ചോനെ, ഞാൻ പുതപ്പ് കച്ചവടം ചെയ്ത് മാന്യമായി ജീവിക്കുന്ന ആളാണ്, പക്ഷെ ഇത് വിൽക്കാൻ പറ്റുന്നില്ല. പല ആളുകളും എൻ്റെ ഫിത്നയിൽ അകപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഈ പുതപ്പ് കച്ചവടം നിർത്തിയിട്ട് എനിക്ക് മാന്യമായി ജീവിക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പ് നീ കാണിച്ചു തരണം എന്ന് പറഞ്ഞു ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ വെട്ടുകിളി ഇങ്ങനെ, സ്വർണത്തിൻ്റെ കളറുള്ള വെട്ടുകിളി ഇങ്ങനെ പാറാൻ തുടങ്ങി. അദ്ദേഹം ആ കിളികൾ ഓരോന്നും ഇങ്ങനെ പിടിച്ചിട്ട് തൻ്റെ വസ്ത്രത്തിൽ ശേഖരിച്ചു. അദ്ദേഹം വരുന്ന വെട്ടുകിളിയെല്ലാം പിടിച്ചു വെച്ചപ്പോൾ വസ്ത്രം നിറയെ വെട്ടുകിളിയായി. വസ്ത്രത്തിൽ ഇത് കണ്ടുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ റിസ്ഖൻ റസഖ്തനീഹി ഫിദ്ദുനിയാ ഫബാരിക് ലീ ഫീഹി. അല്ലാഹുവേ, എൻ്റെ ഉപജീവനത്തിൻ്റെ മാർഗമായിട്ടാണ് നീ പക്ഷികളെ, ഈ സ്വർണ്ണപ്പക്ഷികളെ എനിക്ക് നൽകിയതെങ്കിൽ നീ ഇതിൽ എനിക്ക് ബറക്കത്ത് നൽകണേ അല്ലാ എന്ന് ആ ചെറുപ്പക്കാരൻ ദുആ ചെയ്തു. ഖാല, അപ്പോൾ ഫനൂദിയ ഇന്ന ഹാദല്ലദീ അഅതൈതുക ജുസ്അൻ മിൻ 25 ജുസ്അൻ മിൻ അജ്രി സബ്രിക അലാ ഇൽഖാഇക നഫ്സക മിൻ ഹാദൽ ജൗസഖി. രാജകുടുംബത്തിലുള്ള ഒരു പെണ്ണ് വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ അല്ലാഹുവിനെ പേടിച്ചിട്ട് സ്വന്തം ശരീരത്തെ മാളികയുടെ മുകളിൽ നിന്ന് അതാ ചാടാൻ തയ്യാറായ ചെറുപ്പക്കാരാ, അല്ലാഹു തആല നിങ്ങൾ പാപം ചെയ്യുന്നതിൻ്റെ മേലിൽ നിങ്ങൾ ക്ഷമിച്ച കാരണത്താൽ അല്ലാഹു തആല നിങ്ങൾക്ക് തയ്യാറാക്കി വച്ചിട്ടുള്ള പ്രതിഫലമില്ലേ, അതിൻ്റെ 25% നിങ്ങൾക്കിപ്പോൾ നൽകിയത്. ബാക്കിയുള്ളത് നാളെ അല്ലാഹു നൽകാനിരിക്കുകയാണ് എന്ന ഒരു വിളിയാളമുണ്ടായി. അശരീരിയുടെ ശബ്ദം അദ്ദേഹം കേൾക്കുന്നു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ലാ ഹാജത ലീ ഫീമാ യൻഖുസുനി മിൻ മാലി ഇൻദക ഫിൽ ആഖിറ. അല്ലാഹുവേ, പാരത്രിക ലോകത്ത് എനിക്ക് നീ തയ്യാറാക്കി വെച്ച പ്രതിഫലത്തിൻ്റെ 25% ഇവിടെ നിന്ന് ഞാൻ പിൻപറ്റിയിട്ട് ആഖിറത്തിൽ എനിക്ക് വല്ല കുറവും വരുമെങ്കിൽ എനിക്ക് ഈ നാണയങ്ങൾ, ഈ സ്വർണത്തിൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം ദുആ ചെയ്തു. ഉടനെ തന്നെ ആ സ്വർണത്തിൻ്റെ പക്ഷികൾ അപ്രത്യക്ഷമായി. കാരണം പാരത്രിക ലോകത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന് തയ്യാറാക്കിയ പ്രതിഫലത്തിൽ നിന്നാണ് ഈ നൽകിയത്. അപ്പോൾ അത് അപ്രത്യക്ഷമാവുകയാണ്. വഖീല ലിശ്ശൈത്വാനി,
ശൈത്വാനിനോട് ചോദിക്കപ്പെട്ടു, ഹല്ല അഗ്വൈതഹു, ഇത്രയും നല്ല സുന്ദരിയായ രാജകുടുംബത്തിലെ ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പിഴപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല എന്ന്. ഞാനീ വൃത്തിക്കാവിൽ ഫായിസ, വ്യഭിചാരം ചെയ്തുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി എന്തുകൊണ്ട് ഈ മനുഷ്യനെ നിനക്ക് പിഴപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പിശാചിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാല, പിശാച് പറഞ്ഞു, കൈഫ അഖ്ദിറു ഉഗ്ബി മൻ ബദല നഫ്സഹു ലില്ലാഹ്, ശരീരത്തെ അല്ലാഹുവിന് വേണ്ടി അങ്ങ് സമർപ്പിച്ച ഒരു ചെറുപ്പക്കാരനെ എനിക്കെങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് പിശാച് ചോദിക്കുകയുണ്ടായി. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ എന്ത് സാഹചര്യങ്ങൾ വന്നാലും അള്ളാഹുവിന് പാപം ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ആ ചെറുപ്പക്കാരന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കറാമത്താണ് ഇതിൽ നമുക്ക് വായിക്കാനുള്ളത്. അപ്പോൾ പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാൻ അല്ലാഹു തആല പല വഴികൾ കാണിച്ചു കൊടുക്കും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുമെന്ന്. അതാണ് ഇവിടെ ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരനെ രാജകുടുംബത്തിൽപ്പെട്ട രാജാവിൻ്റെ മകൾ വിചാരത്തിന് വേണ്ടി ശാരീരികമായി ബന്ധപ്പെടാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ സത്യത്തിൽ അവിടെ ആരും അത് കാണാനില്ല. മാത്രമല്ല, വരും കാലങ്ങളിൽ ഒരു പക്ഷേ ആ മനുഷ്യന് നല്ല പോലെ ജീവിക്കാൻ, ആ വീട്ടിലൊരംഗമായി തുടരാനെല്ലാം അത് പറ്റുമായിരുന്നു. പക്ഷേ ഹറാമായ ഒരു കാര്യത്തിന് ഒരിക്കലും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി സ്വന്തം ശരീരത്തെ അള്ളാഹുവിനെ ഏൽപ്പിച്ചപ്പോൾ അല്ലാഹു തആല ആ ചെറുപ്പക്കാരന് സംരക്ഷിക്കുകയും മലക്കിൻ്റെ സഹായം നൽകുകയും എനിക്ക് ജീവിക്കാൻ വേറെ മാർഗം എന്തെങ്കിലും കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല സ്വർണത്തിൻ്റെ കാടപ്പക്ഷികളയച്ച് അദ്ദേഹത്തിന് അഭിവൃദ്ധി നൽകുകയും ചെയ്തു. പക്ഷേ ഈ ദുനിയാവിലെ ജീവിതം ദുസ്സഹമാണെങ്കിലും ക്ഷമിച്ച് മുന്നേറാൻ അദ്ദേഹം തയ്യാറായപ്പോൾ അല്ലാഹു തആല അത് മടക്കിക്കൊണ്ടുപോയി. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ആപൽകരമായ ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ സ്പെഷ്യലായ സഹായം ലഭിക്കുമെന്ന സന്ദേശമാണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ മജ്‌ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും അല്ലാഹു മാപ്പ് ചെയ്യുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിച്ച് മരണം ഖൈറാവുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദത്ത് ചൊല്ലി മരിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. പാപരഹിതമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനെ. ഇബ്ലീസുൽ ലഈനിൻ്റെ ശർറിൽ നിന്ന് അല്ലാഹുവേ നിങ്ങളെ എല്ലാ മേഖലയിലും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.